ഹേ ഗായ്സ്, ഞാനിപ്പോൾ ഋഷികേശിലാണ് ഉള്ളത്. ഇനി ഇവിടുന്ന് ഹരിദ്വാറിലേക്ക് പോവാണ്. ഞാൻ എന്തായാലും ഹരിദ്വാറിലേക്ക് ഇച്ഛയ്ക്ക് ചെയ്ത് പോകാനാണ് പ്ലാന്. ഞാൻ എന്തായാലും ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങട്ടെ ആദ്യം. ഇവിടുന്ന് ഒരു 28 കിലോമീറ്റർ ആണ് ഹരിദ്വാറിലേക്ക് ഉള്ളത്. അവിടുന്ന് നമ്മൾ ഗോരഖ്പൂറിലേക്കുള്ള ട്രെയിൻ എടുത്തിട്ട് എന്നാലും നേപ്പാളിലേക്ക് പോകാനാണ് പ്ലാന്. അപ്പോൾ എന്തായാലും ഇച്ഛയ്ക്ക് ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് മെയിൻ റോഡിലേക്ക് പോകാം. അവിടുന്ന് ഇച്ഛയ്ക്കാം. ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ നടക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് ഇച്ഛയ്ക്ക് ചെയ്തിട്ട് ഹരിദ്വാറിലേക്ക് പോകാം. ഞാനിപ്പോൾ നടന്ന് ത്രിവേണിഘട്ടിൻ്റെ സൈഡിലെത്തി. ഇവിടുന്ന് നേരെയാണ് ഹരിദ്വാറിലേക്ക് പോകേണ്ടത്. ഇതുപോലുള്ള ഓട്ടോ ഒക്കെ കാണുന്നുണ്ട് ഹരിദ്വാറിലേക്ക് ഷെയർ ആയിട്ട് പോകുന്നത്. ഞാനെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം നല്ല വെയിലാണ് ഇവിടെ, നല്ലപോലെ ടയർഡായിട്ടുണ്ട്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇച്ഛയ്ക്കാന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ടാണുള്ളത്. ആലു പൊറോട്ടക്കാണ് പറഞ്ഞത്. ആലു പൊറോട്ടയും ചായയും നൈസാട്ടോ. 2 പൊറോട്ടക്കാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഞാൻ കഴിച്ചിട്ട് ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി. എന്തായാലും മെയിൻ റോഡിലാണുള്ളത്. നമുക്ക് ഇച്ഛിക്കാൻ പറ്റുമോ നോക്കാം. പറ്റിയില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഓട്ടോ എടുത്ത് പോകാം. നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടുന്ന് ഒരു ഷുഗർ കെയിൻ ജ്യൂസിന് പറഞ്ഞിട്ടുണ്ട്. കാണാൻ പറ്റും ചെറിയൊരു തണലുണ്ട് കണ്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇച്ഛിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ നിർത്തുമായിരിക്കും. സീതാ हाँ, मैं पैदल ही जाने के लिए कोशिश कर रहा हूँ. അങ്ങനെ എനിക്ക് ആദ്യത്തെ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ബയ്യയുടെ കൂടെയാണ് പോകുന്നത്. അതാണ് രാജ്കുമാർ ഛേത്രി. ബയ്യ കുറച്ച് ദൂരമേ ഉള്ളൂ. എന്തായാലും അവിടെ വരെ പോകാമെന്ന് വിചാരിച്ചു. ആദ്യ ലിഫ്റ്റാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് ഞാൻ വരുന്നത്. ബയ്യ അവിടെ എന്തോ സാധനം മേടിക്കാൻ പോയിട്ടാണുള്ളത്. കുറച്ച് ദൂരം കൂടി ബയ്യ ഉണ്ടാവും. അവിടെ അങ്ങോട്ട് നമുക്ക് വേറെ വണ്ടി ഇട്ട് നോക്കാം. ബയ്യ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇനി എന്തായാലും നമുക്ക് നേരെ പോവാം. ഒരു ബയ്യായിരുന്നു. വെള്ളമൊക്കെ വേണമെന്ന് ചോദിച്ചു. എൻ്റെ കയ്യിൽ എന്തായാലും ഉണ്ട്. എന്തായാലും ഇനി നമുക്ക് മുന്നോട്ടേക്ക് ഇച്ഛയിക്കാൻ പറ്റുമോ നോക്കാം. വേറെ വണ്ടി ഇട്ട് നോക്കാം. ഞാനിപ്പോൾ നേപ്പാളി ഫാം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇവിടുന്ന് ഒരു 14 കിലോമീറ്ററാണ് ഹരിദ്വാറിലേക്ക് ഉള്ളത്. എന്തായാലും ഇനി ഇവിടുന്ന് ഇച്ഛയിക്കാൻ പറ്റുമോ നോക്കാം. നല്ല വെയിലാണ് കേട്ടോ. നോക്കട്ടെ. അങ്ങനെ ലിഫ്റ്റ് വന്നിട്ടുണ്ട്. അവിടെ കൂടെയാണ് പോകുന്നത്. അങ്കിത് ബ്രോയുടെ കൂടെയാണ് പോകുന്നത്. ബ്രോ ടാക്സിയാണ് ഓടിക്കുന്നത്. ടാക്സിയിലാണ് പോകുന്നത്. എന്തായാലും ഹരിദ്വാർ വരെ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. കാറിൽ പോകുമ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ബ്രോ എന്നെ ഇവിടെ വരെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ബാഗ് എടുക്കട്ടെ. ഓക്കെ ബ്രോ, ഇല്ലേ? അപ്പോൾ ബ്രോ എന്നെ ഇവിടെ വരെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ഓട്ടോ കിട്ടും റെയിൽവേ സ്റ്റേഷനിലേക്കെന്നാണ് പറഞ്ഞത്. 20 രൂപയെ ഉണ്ടാവുള്ളൂ. ബ്രോക്ക് ഇനി ഫ്ലൈ ഓവർ വഴി പോകണം. അതുകൊണ്ടാണ് എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തത്. നല്ല ബ്രോ കേട്ടോ. ഞങ്ങൾ ഇതുവരെ സംസാരിച്ചുകൊണ്ട് വന്നു. സമയം പോയതേ അറിഞ്ഞില്ല. 5 മണിക്കാണ് എൻ്റെ ട്രെയിൻ. അതുവരെ എനിക്ക് സമയമുണ്ട്. ഇപ്പോൾ സമയം 2 മണി ആവാറായിട്ടേ ഉള്ളൂ. എന്തായാലും അതുവരെ എനിക്ക് സമയമുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ കൂടാരടിച്ചിട്ട് ഒരുപാട് പേരിങ്ങനെ ജീവിക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്താണല്ലേ, അവരിങ്ങനെ സോളാർ പാനലൊക്കെ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നവരൊക്കെ കാണുന്നത്. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. ഇത് നമ്മൾ ഋഷികേശിലും കണ്ടിരുന്നു. പക്ഷേ ഈ ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് കാണുന്നത്. നമ്മളെന്തായാലും ഒരു ഘട്ടിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ നടക്കാനുണ്ട്. നമ്മളിങ്ങനെ നടന്നു പോവാണ്. നമ്മളിപ്പോൾ ഹർക്കി പൗരി എന്ന ഏരിയയിലേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ഗംഗയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനെ കുളിക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും കണ്ടോ. ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ പൊരി വിൽക്കുന്ന കടകൾ കാണാം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കണ്ടോ. നമ്മളിപ്പോൾ ഒരു ബ്രിഡ്ജ് വഴി ഇങ്ങനെ ഗംഗ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പാലം മാത്രം ചെറുതായിട്ട് വളഞ്ഞിട്ടാണുള്ളത്. ഇങ്ങനെ ബെൻഡായിട്ടാണുള്ളത്. ഇത് കാണാൻ പറ്റും കണ്ടോ. ഈ ഒരു പാലം മാത്രം. ബാക്കി 2 പാലവും സ്ട്രെയിറ്റ് ആണ്. അതിലൂടെ വണ്ടിയൊക്കെ പോകുന്ന കാണാൻ പറ്റും. അപ്പുറത്തെ പാലത്തിലൂടെ ഈ ഒരു പാലം കണ്ടോ ഇങ്ങനെയാണുള്ളത്. ഇതിൻ്റെ പാലത്തിൻ്റെ സൈഡിലും നമുക്കിങ്ങനെ ഒരുപാട് കച്ചവടക്കാരെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് എല്ലാവരും ഗംഗയിൽ ഇറങ്ങിയിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഫാൻസി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറങ്ങാൻ പറ്റും. നല്ല രീതിയിൽ ഒഴുക്കുണ്ട് കണ്ടോ. ഇത് മാത്രമല്ല ഒരുപാട് പേര് ഇങ്ങനെ ഗംഗയിൽ എന്തോ അനൗൺസ്മെന്റ് കാണും. ഒരുപാട് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓറഞ്ച് കളറിലും വെള്ള കളറിലും ഇട്ട് ഒരുപാട് ബോട്ടിൽസ് കാണാം. ഇതൊക്കെ ഗംഗാജലം ശേഖരിക്കാൻ വേണ്ടിയിട്ടുണ്ടോ. ഇവിടെ വരുന്നവരൊക്കെ ഈ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
കുറച്ച് പേരൊക്കെ വാങ്ങിയിട്ടുണ്ട്, കാരണം ട്രെയിനിൽ കഴിക്കേണ്ടിയിട്ട് 80 രൂപയ്ക്ക് 1 കിലോ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, 1 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഈ റിക്ഷ നമുക്ക് കാണാൻ പറ്റും. ഈ റിക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ 10 രൂപ കൊടുത്താൽ മതി, വളരെ ചീപ്പാണ്. അങ്ങനെ ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി, ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് എന്തായാലും ടിക്കറ്റ് എടുക്കട്ടെ, ടിക്കറ്റ് എടുത്തിട്ട് വരാം. റെയിൽവേ സ്റ്റേഷൻ നല്ലപോലെ ക്രൗഡഡ് ആണ് കേട്ടോ, ഫുള്ള് ആളെ കൊണ്ട് നിറഞ്ഞിട്ടാണുള്ളത്. ഞാനെന്തായാലും ജനറലാണ് പോകുന്നത്, ഫുള്ള് തിരക്കായിരിക്കും ഉറപ്പായി. എന്തായാലും ഒരു വല്ലാത്തൊരു യാത്രയായിരിക്കും. പിന്നെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഗോരഖ്പൂരിലേക്ക് 225 രൂപയാണ് വരുന്നത്. അപ്പോൾ ട്രെയിനും വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏകദേശം 5 മണി അങ്ങനെ ആവും ട്രെയിൻ വരാൻ. അതുവരെ സമയമുണ്ട്. ഏകദേശം ഇപ്പോൾ സമയം ഏകദേശം 3:30 ആയിട്ടേ ഉള്ളൂ. ഒരുപാട് സമയം എനിക്കിവിടെ ഉണ്ട്. ഏകദേശം ഞാൻ കുറേ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്, കാരണം ജനറലല്ലേ പോകുന്നത്. ചങ്ങായി ഉണ്ട് എൻ്റെ കൂടെ, ചങ്ങായിയോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഒരുപാട് സമയമുണ്ട്. അങ്ങനെ എൻ്റെ ട്രെയിൻ വന്നിട്ടുണ്ട്. കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് വന്നത് കേട്ടോ. എന്തായാലും ഗോരഖ്പൂരിലേക്ക് പോവാണ്. നാളെ രാവിലെ നമ്മൾ ഗോരഖ്പൂരിലെത്തും. നല്ല തിരക്കാട്ടോ, ജനറൽ മൊത്തം മുന്നിലാണ്. അതുകൊണ്ട് ഇവിടുത്തെ വരെ ഓടി വരേണ്ടി വന്നു. എന്തായാലും ഒരു ദുരന്ത ട്രെയിൻ യാത്രയായിരിക്കും. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലുള്ള ട്രെയിൻ യാത്ര നടത്തുന്നത്. കേട്ടോ ഗൈസ്, കയറാൻ പോലും പറ്റുന്നില്ല, അത്ര കണ്ട് തിരക്കാണ്. എന്നാലും വല്ലാത്തൊരു യാത്രയായിരിക്കും. ഫൈനലി ഞാനിപ്പോൾ ഗോരഖ്പൂരിലെത്തിയിട്ടുണ്ട്. ജനറലാണ് വന്നത്. വല്ലാത്തൊരു യാത്രയായിരുന്നു, ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ജനറൽ വന്നത്. ഇപ്പോഴും ഫുള്ളായിട്ടാണ് ഉള്ളത്. കണ്ടോ, ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സൊക്കെ വന്നു. അവരൊക്കെ വളരെ റൂഡായിട്ടാണ് പെരുമാറിയത്. ഇനിവേ നമ്മളെന്തായാലും സൊനാലി ബോർഡറിലേക്ക് പോവാണ് ഇവിടുന്ന്. ഈ ഒരു മുട്ടായി നമ്മൾ ട്രെയിനിലും കണ്ടിരുന്നു, ട്രെയിനിൽ ഈ മുട്ടായി വിൽക്കുന്ന കണ്ടിരുന്നു. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണുള്ളത്. ഇവിടെ വന്നാൽ തന്നെ ഒരുപാട് സൊനാലി ബോർഡറിലേക്ക് ഇവിടുന്ന് തന്നെ ഓട്ടോ ഒക്കെ വിളിച്ച് പോകാൻ പറ്റും. നമ്മളെന്തായാലും ബസ് എടുത്തിട്ടാണ് പോകുന്നത്. എന്തായാലും അതിന് മുന്നേ എന്തെങ്കിലും കഴിക്കണം. നല്ല രീതിയിൽ ടയേർഡാണ്, കാരണം ആ രീതിയിലാണ് ഞാൻ വന്നത്. പിന്നെ ഞാനൊരു കടയിൽ കയറിയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ചിക്കൻ ബിരിയാണിക്കാണ് പറഞ്ഞത്. വേറെ ലെവല് ബിരിയാണി കേട്ടോ. നമ്മുടെ നാട്ടിലെ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കിയത്, വേറെ ലെവലാണ്. അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരാം. ബിരിയാണി എന്തായാലും അടിപൊളിയായിരുന്നു, ചീപ്പാണ്. ഇവിടെ 100 രൂപയുള്ള ബിരിയാണിക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ 200 രൂപ കൊടുക്കണം. അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, ചീപ്പുമാണ്. നമ്മളെന്തായാലും ഇനി ബസ് സ്റ്റാൻഡിലേക്ക് പോകണം, അവിടുന്ന് ഇനി സൊനാലി ബോർഡറിലേക്ക് പോകണം. ഞാനങ്ങനെ സൊനാലി ബോർഡറിലേക്ക് പോകുന്ന ബസ്സിൽ കയറിയിട്ടുണ്ട്. എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ബസ്സിൻ്റെ വളരെ അടുത്താണ് ബസ് സ്റ്റാൻഡ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓട്ടോ ഒന്നും പിടിച്ച് വരേണ്ട ആവശ്യമില്ല. വളരെ കുറച്ചേ ഉള്ളൂ, നടന്നു വരാവുന്ന ദൂരം ഏകദേശം ഒരു 600 മീറ്ററേ ഉള്ളൂ. ഈ ഒരു ബസ്സിലാണ് നമ്മൾ വന്നത്. ബസ് ഇപ്പോൾ ഒരു ധാബയുടെ മുന്നിൽ നിർത്തിയായിട്ടാണ് കാണുന്നത്. ഇനി ഇവിടുന്ന് ഒരു 59 കിലോമീറ്ററാണ് ബോർഡറിലേക്കുള്ളത്. ബസ്സിന് നമുക്ക് ചാർജ് വരുന്നത് 150 രൂപയാണ് ബോർഡറിലേക്ക്. നമ്മളിപ്പോൾ അങ്ങനെ സൊനാലി വന്ന് ഇറങ്ങിയിട്ടാണുള്ളത്. ഇനി ബോർഡറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കി ഒരുപാട് ചരക്ക് ലോറി കാണാൻ പറ്റും. എല്ലാം നേപ്പാളിലേക്ക് പോകുന്നതാണ്. അതുപോലെ നേപ്പാളിലേക്ക് പോകുന്ന ആളുകളാണ് ഇവരൊക്കെ, കണ്ടോ. അപ്പോൾ ഒരുപാട് വണ്ടിയുണ്ട് കേട്ടോ. ലോറിയുടെ ഒരു വലിയൊരു ക്യൂ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ഞാനിങ്ങനെ ബോർഡറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ഇവിടെയും നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. നേപ്പാളിലെ പല ഭാഗങ്ങളിലും ഇപ്പം നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും നല്ലപോലെ മഴയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേപ്പാൾ ബോർഡർ ക്രോസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, ആധാർ കാർഡ് മാത്രം മതി. ഞാൻ വിചാരിച്ചത് വോട്ടർ ഐ ഡിയോ പാസ്പോർട്ടോ വേണമെന്നാണ്. പക്ഷെങ്കിൽ നമ്മുടെ ജസ്റ്റ് ഒന്ന് ആധാർ കാർഡ് മതി. എവിടത്തേക്കാണ് പോകുന്നത്, എവിടുന്നാണ് വന്നത്, അത് മാത്രമേ ഉള്ളൂ. രണ്ട് ഭാഗത്തൊന്നും ചെറുതായിട്ടൊന്നും ചോദിക്കുന്നു, അത്രയേ ഉള്ളൂ. വേറെ പ്രൊസീജിയറോ കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ നേപ്പാളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. യെസ്, എൻ്റെ ഫസ്റ്റ് കൺട്രിയാണ്. ഐ എം സോ ഹാപ്പി. ഇനി ഇവിടുന്ന് നമുക്ക് ബസ് എടുത്തിട്ട് പൊക്രയിലേക്ക് പോകാം. ഞാനെന്തായാലും ഈ വീഡിയോ നേപ്പാളിൽ വെച്ച് നിർത്താണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് പറയുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സീ യു ഗൈസ്, ബൈ ബൈ.